ഒരബദ്ധമല്ലേ, എല്ലാവർക്കും പറ്റും. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് UK വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ടുലിപ്പ് ഗാർഡനിലോട്ടാണ്. 32 ഏക്കറിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 9 മില്യൺ ടുലിപ്പാണ് അവിടെ ഷോ ഓഫ് ചെയ്തിരിക്കുന്നത്. ഓ ഗോഡ്, അതപ്പം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇത്രയും വർഷം ഞങ്ങളവിടെ പോയില്ലല്ലോ നിലയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം പോയത് നല്ല വർത്തായിരുന്നു, നല്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, അത് ഏതായാലും ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്തത് 14th ഏപ്രിലിന്, ഏകദേശം 1 hour വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഓൺ സൈറ്റിൽ പോയാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു, ഓൺ സൈറ്റിലെ ടിക്കറ്റ് അവൈലബിൾ അല്ല. ഇപ്പം ഇൻ കേസ് നമ്മൾ ലക്കിന് ചിലപ്പോൾ കിട്ടിയാൽ മാത്രമേ ചിലപ്പോൾ കയറി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്തിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ കയറാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. പ്രീ ബുക്കിംഗ് ഡേറ്റ് അവർ നേരത്തെ അനൗൺസ് ചെയ്യും. അപ്പം നമ്മൾ ഏകദേശം 1 hour വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ പോകുക. അങ്ങനെ ഞങ്ങൾ ടുലിപ്പ് ഗാർഡനത്തെ കാർ പാർക്കിലെത്തി. ഞങ്ങൾ കാർ പാർക്കിങ്ങിന് നേരത്തെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു £2 എക്സ്ട്രാ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഓപ്ഷനിലാണ്, കാരണം നമുക്ക് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ടിൽ പോയി കഴിയുമ്പം അവിടെ ഉറപ്പായിട്ടും കാർ പാർക്കിംഗ് വേണം. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ബുക്ക് ചെയ്യുക. ഞങ്ങളവിടെ എത്തി. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര വില്ലേജ് സൈഡാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, നമ്മൾ ഇങ്ങോട്ട് തന്നെയാണോ പോകുന്നത്, റൂട്ട് കറക്റ്റാണോ എന്നൊക്കെ ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം ഞങ്ങൾ ഡൗട്ട് അടിച്ചു. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ നേരെ പോരെ, അവിടെ തന്നെ സ്ഥലം. വന്നിറങ്ങിയിട്ട് നമ്മുടെ ടിക്കറ്റ് QR കോഡൊക്കെ അവർ സ്കാൻ ചെയ്തു. അവർ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എടുക്കാതെ ആരും പോകണ്ട. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, കാരണം 2 weeks മാത്രമാണല്ലോ ഇത് ഓപ്പൺ, അതുകൊണ്ടായിരിക്കണം. ഇനി ആകെ 2 ദിവസം കൂടി ഉള്ളൂ. പക്ഷേ അയ്യോ, ഈ വർഷം ഞങ്ങൾ പോയി കണ്ടില്ലല്ലോ എന്നല്ല വെച്ച് വിഷമിക്കേണ്ട. നെക്സ്റ്റ് ഇയർ റിമൈൻഡർ ഇപ്പോഴേ ഇട്ട് വെച്ചോ. നമ്മളങ്ങ് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന കാഴ്ചയാണിത്. നല്ല തിക്കായിട്ട് ടുലിപ്പ് ബ്ലൂം ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മളങ്ങ് നോക്കിയാൽ അങ്ങ് അറ്റം പോലും കാണത്തില്ല, അതുപോലെയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒത്തിരി ഷോപ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിക്കാം. ഞങ്ങൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഭയങ്കര തിരക്ക്, ഫോട്ടോസ്, റീൽസ്, വീഡിയോസ് എടുക്കുന്നത് ഒത്തിരി പേരെ ഞങ്ങളിങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഇത്ര റഷിൻ്റെ ഇടയ്ക്കിൽ അവിടെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് നീണ്ടു. കാരണം ഇത്രയും ദൂരം കിടക്കുവാണല്ലോ, ഒത്തിരി ഏക്കർ കണക്കിന് കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി. ആളൊഴിഞ്ഞ സ്ഥലമായപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം പ്രാം ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറി. അപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ഇവിടെ ആൾ കുറവാണല്ലോ, ഇവിടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ ആളില്ലല്ലോ, എന്തുകൊണ്ട്? അപ്പോൾ കുഞ്ഞിനെ കൊണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ ഇവിടുന്ന് കുറച്ച് 2-3 ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു നടന്നപ്പം ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടുലിപ്പ് കണ്ടു. അപ്പം മാധുവിനെ അവിടെ നിർത്തി. ഇപ്പം അവന് ടെക്നിക്ക് പിടികിട്ടി. അവൻ്റെ ഏകദേശം ഹൈറ്റിലുള്ളതായതുകൊണ്ട് അവനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും ഒക്കെ ചെയ്ത് തന്നു. കണ്ടോ, സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ അവൻ നിന്ന് ചിരിച്ചൊക്കെ പോസ് ചെയ്ത് തന്നു. ഇപ്പം എടുത്ത ഫോട്ടോസ് എടുപ്പോഴേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഞങ്ങൾ മനസ്സിലായത്. ഞങ്ങൾ റൈറ്റ് സൈഡിൽ ഭയങ്കര റഷാന്ന് പറഞ്ഞ് മിസ് ചെയ്തൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെയാണ് ഏറ്റവും ഭംഗിയുള്ള പിക്ചേഴ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാരണം ആ ഏരിയയിലാണ് ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടുലിപ്സ്, യെല്ലോ, റെഡ് പോലുള്ള ടുലിപ്സൊക്കെ ബ്ലൂം ചെയ്ത് നല്ല തിക്കായിട്ട് നിൽക്കുന്നത്. അതുപോലെ അവിടെ ഒരു സ്ലോപ്പാണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, നല്ല ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം അവിടെ ഒരു സ്ലോപ്പ് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് അവിടെ അത്ര റഷും വന്നത്. സോ നിങ്ങൾ ഇനി അത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുക. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ബൈ.